അതുകൊണ്ട് SFIയുടെ പിന്തുണ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. SFI കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്തികൾ കൊള്ളരുതായ്മകൾ ചെയ്തപ്പോൾ അതിന് നേരെ വിരൽ ചൂണ്ടിയതിന് ശേഷമാണ് അവർ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിൽ അതിൽ എന്തെങ്കിലും നമുക്ക് അഭിപ്രായം പറയാം. SFIയുടെ പിന്തുണയല്ലല്ലോ നമ്മളിതിൽ ആവശ്യപ്പെടുന്നത്. ഇതിൽ KPCC പാർട്ടി വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. അതുകൊണ്ട് അതിനുശേഷം മാത്രം ഇതിലൊരു പ്രതികരണം, പൊതുവായിട്ടുള്ളൊരു പ്രതികരണം നടത്താം എന്ന് മാത്രമാണ്. വ്യക്തിപരമായ പ്രശ്നമല്ലല്ലോ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമല്ല. സംസ്ഥാന പ്രസിഡന്റാണ്, ഒപ്പം തന്നെ മറ്റൊന്ന് മുഖ്യമന്ത്രിയുമാണ്. മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ ആദ്യം ഈ കാര്യത്തിലുള്ള നിങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി പരസ്യമായി പരാതി പറഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി KSUവിനെതിരെ അഭിപ്രായം പറയുകയും ചെയ്തു. ഇതിന് ശേഷവും ഈ വിവാദം നീട്ടിക്കൊണ്ടുപോകാതെ അടിയന്തരമായി കാണേണ്ടതല്ലേ? ആ കാണാതെ ഉണ്ടാവുന്നതിലെ കാലതാമസമല്ലേ വിവാദം? അല്ല, സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെ നയിക്കുന്ന വ്യക്തിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഈ വിഷയം മാത്രത്തിന് പ്രൈം കൺസേൺ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? കേരളത്തിൽ എത്രയോ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് വരുന്നു. എത്രയോ തിരക്കുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ തിരക്കുകൾക്കെല്ലാം ശേഷം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത് തിങ്കൾ മുതലുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾ കാണും. ഞാൻ ഇന്നലെയും പറഞ്ഞു, VD സതീശൻ ഞങ്ങളുടെ കൂടി നേതാവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വേറെ ചുവരെഴുത്തുകളിലേക്കോ മറ്റ് രീതിയിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. നേതാവാണ് അലോഷി എന്നാണ് VM സുധീരൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് അതെല്ലാ നേതാക്കന്മാരും സ്വാഭാവികമായിട്ടും KSUവിൻ്റെ വൈകാരികതയെ ഉൾക്കൊള്ളുന്ന മുഴുവൻ നേതാക്കന്മാരും സ്വാഭാവികമായും ആ രീതിയിലേക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം അതിലേക്ക് ഞാൻ ഇനി കൂടുതൽ സ്റ്റേറ്റ്മെന്റുകളൊന്നും നടത്തി മുന്നോട്ട് പോകുന്നില്ല. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം അവിടെ നിൽക്കുകയാണ്. ആ വിഷയത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിൻ്റെ മെറിറ്റിനെ പറ്റിയും ഡീമെറിറ്റിനെ പറ്റിയും ഞാൻ സംസാരിക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അടുത്താണ്, കേരളത്തിൻ്റെ സർക്കാരിൻ്റെ അടുത്താണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും സംസാരിക്കും, അത് കാണുമ്പോൾ സംസാരിക്കും, അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന മറ്റ് വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുമെന്ന ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ പറയുന്ന ഈ ശരത്ത് 2019 മുതൽ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഹൈക്കോടതി ഹാജരായ ഒരാളാണ്. അയാളെയാണ് നിങ്ങൾ കുറ്റപ്പെടുന്നതാണെന്ന് ഇപ്പോൾ പറയുന്നത്. അല്ല, ഇതാരാണ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, എല്ലാ ആളുകൾക്കും പല അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണിത്. ഓക്കെ, ഈ അഭിപ്രായങ്ങളെല്ലാം സമന്വയിച്ചുകൊണ്ട് ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നു, പ്രസ്ഥാനത്തിൻ്റെ നിലപാടായിട്ട് മാറുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ നിലപാട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് പ്രയാസമുണ്ടായി. അതിൻ്റെ ആശങ്ക ആ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചിട്ട് പറയേണ്ടുന്ന ആളാണ് സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അത് ഞാൻ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ മുൻപിലും കേരളത്തിൻ്റെ പാർട്ടിയുടെ മുൻപിലും പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചെവി കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ വിഷയത്തിൽ പാർട്ടി ഇടപെടലുകൾ നടത്താമെന്ന് പറഞ്ഞു. അതിനപ്പുറം നോ മോർ ലൈൻസ്. താങ്ക് യു.